ഹലോ നമസ്കാരം. മാഡ് വൈബ്സിനോട് ബിഗ് ബോസ് അപ്ഡേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റീ എൻട്രി, അങ്ങനെ ഒരാൾ തിരിച്ചു വരികയാണ്. ഇത്തവണത്തെ സീസണിൻ്റെ ടാഗ് ലൈൻ തന്നെ മാറ്റിപ്പിടിക്കൽ എന്നാണ്. സോ വരുന്നു പോകുന്നു, അങ്ങനെ ഒരു ആചാരം ഇത്തവണത്തെ സീസണിൽ നടക്കുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ വോട്ട് റിലേറ്റഡ് ആണെങ്കിലും അടിയാണെങ്കിലും സിക്കാണെങ്കിലും മെൻ്റൽ പ്രഷറായിട്ടുള്ള ക്വിറ്റിംഗ് ആണെങ്കിലും അങ്ങനെ പല വരുക പോവുക എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. സോ എല്ലാവരുടെയും ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എല്ലാവരുടെയും ആയിരിക്കാം. കാരണം ഷോയുടെ ഒരു വൈബ് ലിറ്ററലി പൾസ് ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ക്രിയേറ്റേഴ്സ് അവിടെ ഓരോ സംഭവങ്ങൾ ഇടുന്നതും ഈ പ്രേക്ഷകരുടെയും സോഷ്യൽ മീഡിയയിലെയും ഒരു ബീറ്റ്, ഒരു പൾസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ അവിടെ ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായ, എനിക്ക് സ്പേസ് ഒന്നും തരണ്ട, ഞാൻ കയറിക്കോളാം, റോസിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ റോസി പോയിക്കോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നിന്ന് നമ്മുടെ തൃശ്ശൂർ ഗഡി രതീഷിൻ്റെ റീ എൻട്രി ആണ്. ഐ എം സോ ഹാപ്പി ലിറ്ററലി. കാരണം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും. ഒരു മൂവിയിൽ ഒരു വില്ലനെ നമ്മൾ ഭയങ്കരമായിട്ട് വെറുക്കുന്നുണ്ടെങ്കിൽ, പേടിക്കുന്നുണ്ടെങ്കിൽ, ആ വില്ലൻ സക്സസ് ആണ് അവിടെ, ആ ആക്ടർ സക്സസ് ആണ് അവിടെ. ബിക്കോസ് അയാളുടെ ആ ഒരു ഡ്യൂട്ടി അയാൾ വൃത്തിക്ക് ചെയ്തു എന്നതാണ് ആ വ്യക്തിയിലോട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു നമ്മളിലോട്ടുള്ള ഒരു ഹോണ്ടിങ് ഫീലോ ക്യാരക്ടർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം രതീഷ് നല്ല ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിരുന്നു, എല്ലായിടത്തും പോയി ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നത്, വൈൽഡ് കാർഡ് വന്നപ്പോഴും വലിയ ഒരു സ്പേസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ്. ഇവിടെ നിന്ന് കാവടി തുള്ളിപ്പോയ വൈൽഡ് കാർഡൊക്കെ ഇപ്പോൾ അവിടെ എത്ര കോർണർ ഉണ്ടെന്നുള്ളത് അവരോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം അമ്പലത്തിൽ കല്ല് വെച്ചേക്കണ മാതിരി ഓരോ മൂലയ്ക്ക് പോയി അവർ ഇരിക്കുകയാണ്. ദേ ആർ നോട്ട് ഡൂയിങ് വെൽ. എസ്പെഷ്യലി സായി ആണെങ്കിലും അഭിഷേകാണെങ്കിലും, അഭിഷേകൊക്കെ അവിടെ, അതിൻ്റെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ രതീഷിൻ്റെ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ രതീഷ് പുറത്തിറങ്ങിയ ഉടനെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായി നിന്നതാണ്, ബിക്കോസ് ഷോയുടെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് നിന്നതാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തിയപ്പോഴും ഇൻ്റർവ്യൂസിലാണെങ്കിലും പല ഇതിലും ഞാനിങ്ങനെ. അപ്പോൾ മേ ബി പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കണം, നീ എല്ലാവരെയും ചൊറിയണം, എന്നാലേ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയുള്ളൂ. അത് ഏറെക്കുറെ സക്സസ്സും ആയിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഒരു ക്യാരക്ടർ അല്ലാഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് പെട്ടി തൂക്കിയൊക്കെ എടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷനും. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പെട്ടി തൂക്കി ഇറങ്ങുകയും ചെയ്തു, തിരിച്ച് കയറാനും പറ്റുന്നില്ല. എന്നാൽ പിന്നെ ബിഗ് ബോസ് വരെ കിടന്നുറങ്ങിയപ്പോൾ അല്ലെങ്കിൽ പെട്ടി എടുത്ത് പോയപ്പോൾ ഒക്കെ വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴത്തെ ഇത്രയും ദിവസമായത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50 ആയി, എന്നൊറ്റേക്കാം 50 days ആവുകയാണ്. അപ്പം ഇത്രയും ഇറങ്ങിയതിന് ശേഷം വലിയ കോണ്ടാക്ട്സും കാര്യങ്ങളും മറ്റുള്ളവരായിട്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് കോണ്ടാക്ട്സും കാര്യങ്ങളായിട്ടുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഇത്രയും ദിവസം ഷോ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി കണ്ടിട്ടുണ്ടോ ഏതോ നമുക്കറിയത്തില്ല. അപ്പോൾ ആളുടെ റീ എൻട്രി ആണ്. ഒരു ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്ക്, പ്രേക്ഷക എന്നുള്ള നിലയ്ക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ് രതീഷ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം കയറുമ്പോഴുള്ള രതീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് നന്ദന ഒരു തൃശ്ശൂർ വൈബാണ്. കാരണം എന്ന് വെച്ചാൽ ആളുടെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഒരു പൊട്ടിത്തെറി ടൈപ്പാണ്. അപ്പോൾ ഈ നമ്മുടെ രതീഷും കൂടിയും കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പാർക്ക് എങ്ങനെയെന്ന് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ആൾ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ, ആളുടെ ഫേസ് മാസ്ക് അവിടെ ഊരി വെച്ചിട്ടാണ് പോയത്. പുറത്ത് ഇൻ്റർവ്യൂസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത് അകത്തുള്ളവർ അറിയുന്നില്ല. അകത്തുള്ളവർ പറയുന്നുണ്ട് എൻ്റെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു എന്ന് റിവീൽ ചെയ്തിട്ടാണ് പോയത്. ആൻഡ് ജിൻഡോ ഭയങ്കര കരച്ചിലായിരുന്നു രതീഷ് പോയിക്കുമ്പോൾ. അപ്പോൾ ജാൻമണിയുടെ ആ ഒരു സ്പേസിലോട്ട് രതീഷ് കയറുമ്പോൾ ജിൻഡോയ്ക്ക് കുറച്ചും കൂടി ഒരു പവർ കയറും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മാറ്റിപ്പിടിക്കൽ ഗെയിമിലോട്ട് നമ്മുടെ രതീഷിന് വാം വെൽക്കം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു അടിപൊളി ഗെയിം ചേഞ്ചറായിട്ട് മാറട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. ഗുഡ് ബൈ.